പള്ളിക്കണ്ടം കൂട്ടാല റോഡിലെ മുട്ടിപ്പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തു വന്നു. 1.5 വർഷത്തോളമായി ഈ പാലം തകർച്ചയുടെ വക്കിലാണ്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഇതുവഴി വലിയ ചരക്കുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടത്തിവിട്ടതാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബ്ലസൻ വർഗീസ് പറഞ്ഞു. ദേശീയപാതയിൽ മുടിക്കോട് നടത്തുന്ന റീടാറിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പോലീസിന്റെ നേതൃത്വത്തിൽ പള്ളിക്കണ്ടത്ത് നിന്നും കൂട്ടാല വഴി മുളയത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കണമെന്ന നിയമം ഉണ്ടാക്കിയത്. ഈ മുളയത്തേക്ക് സഞ്ചരിക്കാനായിട്ട് പള്ളിക്കണ്ടത്തു നിന്ന് ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാലത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാലം കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് വലിയ ഗർത്തം ഈ പാലത്തിന്റെ സൈഡിൽ രൂപപ്പെട്ടിട്ടും ഇതുവഴി അധികാരികൾ ആരും തന്നെ ആ വിഷയം ഗൗനിക്കാതെ ആ വിഷയം പരിഗണിക്കാതെ വാഹനങ്ങൾ കടത്തിവിട്ടത് മൂലം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ പാലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഏകദേശം 3-4 വലിയ ഗർത്തങ്ങൾ ഉണ്ടായി. ഒരു കാറിന് പോലും കഷ്ടിയായിട്ട് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ എഇഒ അസിസ്റ്റന്റ് എഞ്ചിനീയറോ ഈ സ്ഥലം സന്ദർശിക്കാതെ പാലത്തിന് ബലമുണ്ടോ അല്ലെങ്കിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ ഈ വഴി വാഹനങ്ങൾ പോലീസിന്റെ നിർദ്ദേശത്തോടുകൂടി കടത്തിവിടുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളെ എത്രയേറെ ദുരിതത്തിലാക്കുന്ന ഒരു വിഷയമാണെന്ന് പരിശോധിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഏകദേശം 250 മീറ്റർ മാത്രം അപ്പുറത്താണ്. അദ്ദേഹത്തിന് ഈ സ്ഥലത്തെ പറ്റി നന്നായി അറിവുള്ളതാണ്. ഈ മുടിക്കോട് പൈപ്പ് ലൈൻ റോഡ് തകർന്ന് തരിപ്പണമായിട്ടുള്ള അവസ്ഥയാണ്. ജലജീവൻ മിഷന് വേണ്ടി കുടിവെള്ളം കൊണ്ടുവന്നതിന്റെ പേരിൽ മുടിക്കോട് പൈപ്പ് ലൈൻ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴാണ് ഈ വഴി കൂടി ഇപ്പോൾ പൊളിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിച്ചില്ലെന്ന് സ്ഥലം സന്ദർശിച്ച PWD തൃശൂർ വിഭാഗത്തിലെ ഓവർസിയർ രാജേശ്വരി സുധീർ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികൃതരോ പീച്ചി പോലീസോ ദേശീയപാത അതോറിറ്റി അധികൃതരോ ഇക്കാര്യം പൊതുമരാമത്ത് അധികൃതരെ അറിയിച്ചിരുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി. നമുക്ക് ഇൻഫോം ചെയ്യേണ്ടതാണ്. നമുക്ക് ഇൻഫോം ചെയ്യണം. ഇത്രയും കേപ്പബിൾ ആണോ ഈ റോഡ് എന്ന് അറിയണമല്ലോ. നമുക്ക് ഇത് കടത്തിവിടാൻ കേപ്പബിൾ ആണോ, ഇത്രയും ലോഡുള്ള വാഹനങ്ങൾ വരാൻ കേപ്പബിൾ. ഇത് പണ്ടത്തെ റോഡ് പാലാണ്. എല്ലാ പാലങ്ങളും ഇവിടെ പഴയ ആണ്. അത് അത്രയും സ്ട്രെങ്തബിൾ ആയിരിക്കില്ല വർഷങ്ങൾ കഴിയുമ്പോൾ. പാലത്തിന്റെ പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നബാർഡിന്റെ ഒരു പ്രൊജക്ട് ഈ ഇതിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനും CRFന്റെ വരുമെന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിന്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഈ റോഡിന്റെ അവസ്ഥയിൽ എന്താ ചെയ്യാൻ പറ്റുക കാര്യം ഇപ്പൊ നമുക്ക് അർജന്റ് ആയിട്ട് പാലത്തിന്റെ ഡാമേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു റെക്ടിഫിക്കേഷൻ നടക്കില്ലല്ലോ. എന്തായാലും നമുക്ക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ പോർഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് സ്ലാബൊക്കെ ഇട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് പെട്ടെന്ന് തന്നെ പാലത്തിന്റെ കേസ് റെക്ടിഫിക്കേഷൻ നടക്കില്ല. വിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ വലിയ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നത് ഒഴിവാക്കാമായിരുന്നു. പാലം തകർന്നതോടെ പ്രദേശത്തെ ജനങ്ങളാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിലവിൽ ഈ പാലം PWD മെയിന്റനൻസ് വിഭാഗത്തിന്റെ കീഴിലാണ്. ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള അനുമതിയായിട്ടുണ്ടെങ്കിലും മറ്റു നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. പുതിയ പാലത്തിന്റെ പണികൾ എത്രയും വേഗം തുടങ്ങാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് BJP പ്രവർത്തകൻ ദിനീഷ് വലിയ വീട്ടിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വണ്ടികൾ തിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി പള്ളിക്കണ്ടം ചിറക്കുന്ന് പള്ളിക്കണ്ടം കൂട്ടാല റോഡിലൂടെയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും പോലീസിന്റെ നിർദ്ദേശപ്രകാരം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കടത്തിവിട്ടുകൊണ്ട് ഇന്നലെ ഒറ്റ ദിവസത്തിന്റെ ഈ വണ്ടികൾ കടന്നു പോയതിന്റെ ഭാഗമായിട്ട് ഇവിടെ 65 വർഷത്തോളം പഴക്കമുള്ള പാലമാണ് ഈ പുറകിൽ കാണുന്ന ഈ പാലം. ഈ പാലത്തിൽ 3 വലിയ കുഴികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ 2 ദിവസം വരുന്ന ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് വണ്ടികൾ ഇതിലെ കടന്നു പോകുമ്പോൾ ഈ 2 ദിവസം കൊണ്ട് അവരുടെ ഈ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ പണികൾ തീരും. എന്നാൽ അതിനുശേഷം ഉണ്ടാകുന്ന വരും കാലങ്ങളിലുള്ള ദിവസങ്ങളിൽ ഈ ദുരിതം അനുഭവിക്കേണ്ടത് ഈ നാട്ടിലുള്ള ജനങ്ങളാണ്. ഈ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ നിത്യ ആവശ്യങ്ങൾക്കായിട്ട് കടന്നു പോകേണ്ട ഒരു വഴിയാണ് ഇനി നാശമായി പോകുന്നത്. അതിനാരാണ് ഉത്തരവാദിത്വം പറയുക? പഞ്ചായത്ത് അധികാരികൾ പറയൂ, വാർഡ് മെമ്പർ പറയൂ, നാഷണൽ ഹൈവേ അതോറിറ്റി പറയൂ. ആരാണ്? ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ജനങ്ങളാണ്. എന്നും എനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു ഈ നാട്ടുകാരൻ എന്ന നിലയിൽ പറയാനുള്ളത്, ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന ഓരോ നാട്ടുകാരും ഇതിനെതിരെ പ്രതികരിക്കാൻ രംഗത്തേക്ക് വരണം. ഇവിടെ വരുന്ന ഇതുപോലെയുള്ള ഓരോ കാരണങ്ങൾ വരുമ്പോൾ നാട്ടിലുള്ള ഓരോ വ്യക്തികളും, അമ്മമാരും കുട്ടികളും മുതിർന്നവരും അടക്കം എല്ലാവരും നാട്ടിൽ റോട്ടിലിറങ്ങി പ്രതിഷേധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോടിൽ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പ്രദേശത്തെ ഗ്രാമീണ റോഡുകളെയും പാലങ്ങളുടെയും തകർച്ചയ്ക്ക് കൂടി വഴിവെക്കുകയാണ്.